ഒരു നാടിനെയും നാട്ടുകാരെയും പോലീസുകാരെയും ഒരുപോലെ അമ്പരിപ്പിച്ച ഒരു വ്യത്യസ്തമായ കേസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് പെട്ടെന്നൊരു ദിവസം ഒരാൾ പാമ്പ് കടിയേറ്റ് മരിക്കുകയാണ്. അയാളെ പരിശോധിച്ച ഡോക്ടർമാർ ഇതൊരു സാധാരണ മരണമാണെന്നും പറഞ്ഞ് ഡെഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഒരു അപകട മരണമായതുകൊണ്ട് തന്നെ പോലീസുകാർ വന്ന് ഒരു ഫോർമൽ എൻക്വയറി നടത്തി ഇതിൽ അസാധാരണമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരും കേസ് ക്ലോസ് ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാം ശാന്തമായി. ഇതിലൊരു വലിയ കോർപ്പറേറ്റ് കമ്പനി ഇൻവോൾവ് ആവുന്നവരെ മാത്രം. ആ വലിയ കോർപ്പറേറ്റ് കമ്പനി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അവർ പറഞ്ഞു, ഇതൊരു സാധാരണ മരണമല്ല സർ, ഇതൊരു പക്ക പ്ലാൻഡ് മർഡറാണ്. കംപ്ലൈന്റ് കൊടുത്തത് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഈ ഒരു കേസ് അങ്ങനെ ചുമ്മാ തള്ളിക്കളയാൻ പറ്റിയില്ല. അപ്പോൾ അവർ കേസ് റീഓപ്പൺ ചെയ്ത് വീണ്ടും അന്വേഷണം പുനരാരംഭിക്കുകയാണ്. അപ്പം നമുക്കും അവരുടെ കൂടെ ഈ കേസിനെ പറ്റി പഠിക്കാൻ പോയാലോ? ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ തോന്നാം. ഒരു സാധാരണക്കാരന് വേണ്ടി ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി കേസ് കൊടുക്കണമെങ്കിൽ ശരിക്കും ആരാണ് അയാൾ? അല്ലെങ്കിൽ അയാൾക്കും ആ കമ്പനിക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? കമ്പനിയിലെ ആളുകൾ പറയുന്ന പോലെ അയാളെ ശരിക്കും കൊന്നതാണെങ്കിൽ അത് ആര്, എന്തിനു വേണ്ടി? ഒക്ടോബർ 22, 2025 ഏകദേശം 6 മണിയായി കാണും. സംഭവം നടക്കുന്നത് തിരുവല്ലൂർ പുതുപ്പേട്ട എന്ന സ്ഥലത്താണ്. അന്ന് അവിടെ ചില കാര്യങ്ങൾ പതിവിന് വിപരീതമായി സംഭവിച്ചു. അതിന്റെ കാരണം ഗണേശൻ എന്ന വ്യക്തിയെ പാമ്പ് കടിയേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതായിരുന്നു. കൂടെ വന്ന ആളുകളുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അവർ ഡോക്ടറെ വിളിച്ച്, ഡോക്ടർ പെട്ടെന്ന് വരൂ, അച്ഛനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. ഡോക്ടർമാർ വന്ന് ഏത് പാമ്പാണ് കടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിനവർ ഉത്തരം പറയാതെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി താഴേക്കിട്ടു. അത് കണ്ടു നിന്ന എല്ലാവരും കാലൊരടി പുറകോട്ട് വെച്ചു. കാരണം ആ സഞ്ചിയിൽ ഉണ്ടായിരുന്നത് കൊടും വിഷമുള്ള വെള്ളിക്കട്ടൻ അഥവാ ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പായിരുന്നു. സഞ്ചിയിലുണ്ടായിരുന്ന പാമ്പിനെ കണ്ട ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ അയാളെ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ അയാൾക്ക് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല. ICUവിന്റെ പുറത്ത് നിൽക്കുന്ന അയാളുടെ കുടുംബത്തോട് ഗണേശൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എന്ന് അറിയിച്ചു. ഇത് കേട്ട് ഗണേശന്റെ കുടുംബം തലയിലടിച്ച് കരയാൻ തുടങ്ങി. അവരുടെ കരച്ചിൽ ആ ആശുപത്രി മുഴുവനും അലയടിച്ചു. അവിടെ ഉള്ളവരെ എല്ലാം നിശബ്ദരാക്കി. ഡോക്ടർമാർക്ക് പോലും ഇവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാണ്ടായി. ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു. ഒരു അപകട മരണം ഉണ്ടായാൽ അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് അത് പോലീസിനെ അറിയിക്കണമായിരുന്നു. പോലീസുകാർ വന്ന് ഒരു ഫോർമൽ എൻക്വയറി നടത്തി. ഓട്ടോപ്സിക് റിപ്പോർട്ടിൽ മരണകാരണം പാമ്പിന്റെ വിഷം അകത്ത് ചെന്നാണെന്ന് വ്യക്തമായി എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെ അവർ ഇതൊരു നോർമൽ ഡെത്ത് ആണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. ഗണേശന്റെ കുടുംബം അവർക്കുണ്ടായ തീരാ നഷ്ടത്തിൽ നിന്നും ജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കുകയായിരുന്നു. ആ സമയത്താണ് ഗണേശന്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നും പറഞ്ഞ് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി രംഗത്തെത്തുന്നത്. നമുക്കിനി ആരായിരുന്നു ഗണേശ് എന്നും അതുപോലെ ഗണേശ് എങ്ങനെയാണ് മരിച്ചതെന്നും അറിയാം. കാരണം അതിനെപ്പറ്റിയൊരു വ്യക്തത കിട്ടിയാലേ നിങ്ങൾക്ക് പോകെ ഈ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വിവരിച്ചെടുക്കാൻ സാധിക്കും. തിരുവല്ലൂർ പുതുപ്പേട്ട എന്ന സ്ഥലത്താണ് ഗണേശൻ താമസിച്ചിരുന്നത്. 55 വയസ്സുള്ള ഗണേശൻ ഒരു ഗവൺമെന്റ് ലേഡീസ് കോളേജിലെ ലാബ് അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു ജോലി ചെയ്തു വന്നിരുന്നത്. 2 ആൺമക്കളും ഭാര്യയും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് ഗണേശൻ്റെ. അങ്ങനെ ആ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഗണേശന് പെട്ടെന്നൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. കാര്യമായ പരിക്കുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ ചെറിയ പരിക്കുകൾ ചികിത്സിക്കാൻ വേണ്ടി കുറച്ച് ദിവസം അയാൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ ഗണേശൻ പൂർണ്ണമായും സുഖം പ്രാപിച്ച് തന്റെ കുടുംബത്തോടു കൂടി സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ അയാളുടെ മുറിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചാടി എണീറ്റു. അടുത്തുണ്ടായിരുന്ന തന്റെ മക്കളോട് എന്തോ ഒന്ന് എന്നെ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മക്കൾ പേടിക്കേണ്ട വെച്ചാൽ ഞങ്ങൾ നോക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ എല്ലാം തിരയാൻ തുടങ്ങി. ആ മനുഷ്യന്റെ ബോധം പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി. മക്കൾ 2 പേരും പുറത്തോട്ട് പോയി ഒരു വലിയ വടി എടുത്തുകൊണ്ട് വന്നു. ഗണേശൻ കടന്നിരുന്ന കട്ടിലിനടിയിൽ എന്തോ ഒന്നിന് അവർ തല്ലുന്നുണ്ടായിരുന്നു. അപ്പോഴും പാതി മയക്കത്തിൽ ഗണേശൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ ഉള്ളത്, എന്താണ് എന്നെ കടിച്ചതെന്ന്. ഈ ശബ്ദങ്ങളെല്ലാം കേട്ട് അടുത്ത മുറിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഗണേശന്റെ ഭാര്യ വന്നു. ബോധമില്ലാണ്ട് കിടക്കുന്ന തന്റെ ഭർത്താവിനെയും അടുത്ത് തന്നെ ചത്തു കിടക്കുന്ന ഒരു വിഷമുള്ള പാമ്പിനെയും കണ്ട ആ സ്ത്രീ അലമുറിയിട്ട് കരയാൻ തുടങ്ങി. ശേഷം അവർ പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഗണേശനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൂടെ തന്നെ കടിച്ച പാമ്പിനെയും അവർ സഞ്ചിയിലാക്കി എടുത്തുകൊണ്ട് പോയി. അതിന് കാരണം ഏത് പാമ്പാണ് അച്ഛനെ കടിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഡോക്ടർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയും എന്നാണ് മക്കൾ പറഞ്ഞത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അയാളുടെ പൾസ് പരിശോധിച്ച ഡോക്ടർമാർക്ക് ഗണേശൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എന്ന് മനസ്സിലായി. ഇതൊരു അപകട മരണമായതുകൊണ്ട് നടപടിക്രമങ്ങൾ അനുസരിച്ച് പോലീസിനെ അറിയിക്കുക എന്നുള്ളത് ഡോക്ടറുടെ ചുമതലയായിരുന്നു. ഡോക്ടർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസുകാർ വന്ന് ഒരു ഫോർമൽ എൻക്വയറി നടത്തി. പാമ്പ് കടിച്ചതല്ലാതെ അയാളുടെ ദേഹത്ത് ഒരു മുറിപ്പാടുകൾ പോലും ഉണ്ടായിരുന്നില്ല.
പിന്നെ ഓട്ടോപ്സിക് റിപ്പോർട്ടിൽ മരണകാരണം പാമ്പിന്റെ വിഷം അകത്ത് ചെന്നതാണെന്ന് വ്യക്തമായി എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെ പോലീസുകാർ ഈ ഒരു കേസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. ആ സമയത്താണ് ഇതിലൊരു വലിയ കോർപ്പറേറ്റ് കമ്പനി ഇൻവോൾവ് ആവുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം, മരിച്ച ആളുടെ കുടുംബത്തിനും നാട്ടുകാർക്കും ഇല്ലാത്ത സംശയം എന്തിനാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക്, അല്ലെങ്കിൽ ആ കമ്പനിയും ഗണേശനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനുത്തരം അതൊരു ഇൻഷുറൻസ് കമ്പനി ആയിരുന്നു. മരിച്ച ഗണേശൻ ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി ഇൻഷുറൻസ് പോളിസി എടുത്ത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു കമ്പനിയും പെട്ടെന്ന് തന്നെ ക്യാഷ് എടുത്ത് കയ്യിൽ വെച്ച് തരില്ല. അവർ മരിച്ച ആളെ പറ്റിയും അതുപോലെ മരണ കാരണത്തെ പറ്റിയും നല്ല രീതിയിൽ പഠിച്ച് അതിലൊരു തെറ്റും വന്നിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ പണം നൽകൂ. ഗണേശന്റെ അടുത്ത വീടുകളിൽ സാധാരണക്കാരെ പോലെ വസ്ത്രമണിഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ 2 പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് വന്ന് ഒരു ചെറിയ അന്വേഷണം നടത്തുകയാണ്. അവിടെ നിന്നാണ് ഇവർക്ക് ഞെട്ടിക്കുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ആ 2 ഡിറ്റക്റ്റീവ്സും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. ശേഷം അവർ പോലീസുകാരുടെ ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ആ ഒരു ചോദ്യമാണ് ഈ കേസിന്റെ ഗതി മുഴുവൻ മാറ്റിമറിച്ചത്. അതെങ്ങനെയാണ് സാറേ ഒരാളെ 2 തവണ ഒരേ ആഴ്ചയിൽ പാമ്പ് കടിക്കുന്നത്? അതും അയാൾ കിടന്നുറങ്ങുന്ന മുറിയിൽ കൃത്യമായി കയറി. പോലീസുകാർക്ക് ഈ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. പോലീസുകാർ കേസ് റീഓപ്പൺ ചെയ്തു. വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഗണേശന് ആദ്യം ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് 2 തവണ പാമ്പ് കടിയേറ്റു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതൊരു സാധാരണ മരണമല്ല, ഇതാരോ കൃത്യമായി കരുതി കൂട്ടി ചെയ്ത ഒരു കാര്യമാണ്. കേസെല്ലാം റീഓപ്പൺ ചെയ്തു. പക്ഷേ ഇപ്പോഴും പോലീസുകാരുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യമുണ്ട്. ഗണേശനെ കൊന്നത് ആര്, എന്തിനു വേണ്ടി? പ്രതികളിലോട്ടെത്താൻ പ്രത്യേകിച്ചൊരു തുമ്പും കിട്ടാത്തതുകൊണ്ട് പോലീസുകാർ ആദ്യം ചെയ്തത് ഗണേശന് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തുകയാണ്. ഗണേശൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തും അതുപോലെ അയൽവാസികളോടും എല്ലാം ഒരു അന്വേഷണം നടത്തുകയാണ്. പക്ഷേ ആ മനുഷ്യന് ശത്രുക്കൾ എന്ന് പറയാൻ മാത്രം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ പിന്നീട് ചെയ്തത് ഗണേശൻ മരിച്ചാൽ അയാളുടെ ഇൻഷുറൻസ് തുക ആർക്കാണോ പോകുന്നത് അവരെ വിളിച്ച് ഒരു ചെറിയ അന്വേഷണം നടത്തി. ഗണേശന്റെ ഇൻഷുറൻസ് തുക മുഴുവനായിട്ട് പോകുന്നത് ഭാര്യയ്ക്കും അതുപോലെ മക്കൾക്കുമായിരുന്നു. ആ ഒരു ചോദ്യം ചെയ്യലായിരുന്നു പോലീസുകാരെ പ്രതികളിലോട്ടെത്താൻ വേണ്ടി സഹായിച്ചത്. ഗണേശന്റെ ഇൻഷുറൻസ് തുക ഏകദേശം 3 കോടി രൂപയോളം വന്നിരുന്നു. അയാളുടെ കുടുംബത്തെ ചോദ്യം ചെയ്തപ്പോൾ 2 മക്കൾ മാത്രം പറയുന്ന കാര്യങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അവരുടെ നേരെ ഒരു ചെറിയ സംശയം തോന്നുകയാണ്. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യാനോ വിശദമായി ചോദ്യം ചെയ്യാനോ ഉള്ള തക്കതായ ഒരു തെളിവും പോലീസുകാരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. പോലീസുകാർ അവരോട് ഒക്ടോബർ 22 രാത്രി, അതായത് ഗണേശൻ മരിച്ച ദിവസം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാർ, ഞങ്ങൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷേ അവരുടെ ടവർ ലൊക്കേഷൻ ചെക്ക് ചെയ്തപ്പോൾ അവർ ആ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അവർ എവിടെയോ വെളിയിൽ പോയി വരികയായിരുന്നു. പോലീസുകാർക്ക് വീണ്ടും അവരുടെ മേലൊരു സംശയമുണ്ടായി. അവരെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണേ. വിശദമായി എന്ന് പറഞ്ഞാൽ വിശദമായി തന്നെ. പോലീസുകാരുടെ ചോദ്യം ചെയ്യുന്ന രീതി മാറിയപ്പോൾ മക്കൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ സത്യമെല്ലാം പറയുകയാണ്. പോലീസുകാരെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ച ആ സത്യങ്ങളെല്ലാം അവിടെയാണ് വെളിപ്പെട്ടത്. വെറും ഒരു ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന ഗണേശൻ നല്ല രീതിയിലാണ് കുടുംബം നോക്കിയിരുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അയാൾ ഇല്ലാണ്ടായാലും അയാളുടെ കുടുംബത്തിന് യാതൊരു ദുരിതവും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അയാൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു. അതാണ് അയാളുടെ ജീവന് ഇത്രയും വലിയൊരു അപകടം ഉണ്ടാക്കിയതും. ഗണേശന്റെ പേരിൽ 4ഓളം ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരുന്നു. ഓരോ പോളിസിയും ഏകദേശം 75 ലക്ഷം രൂപയോളമായിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്. ഗണേശൻ ഈ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത അന്ന് തൊട്ടിട്ട് മക്കൾ അതെങ്ങനെ കൈക്കലാക്കാം എന്ന് ആലോചിച്ചു കൂട്ടിയിരുന്നു. മക്കൾക്കിടയിൽ അച്ഛൻ എന്ന് മരിക്കാനാ, പണം നമുക്ക് എന്ന് കിട്ടാനാ, ഇതെല്ലാം ആലോചിച്ചാണ് അവർ അവസാനം ആ തീരുമാനത്തിലോട്ടെത്തിയത്. അതെ, അച്ഛനെ ഇല്ലാണ്ടാക്കുക. അവർ അവരുടെ അച്ഛനെ ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർക്ക് എങ്ങനെ എന്ത് യാതൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗണേശന്റെ 2 മക്കളും മക്കളുടെ സുഹൃത്തായ ബാലാജി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി. ആ ഒരു വ്യക്തിയാണ് തുടർന്ന് ഈ ഒരു കൊലപാതകത്തിൽ എല്ലാ സഹായവും ഇവർക്ക് ചെയ്തു കൊടുത്തതും. ബാലാജി തന്നെയാണ് അവരോട് പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ധാരാളം പാമ്പുകളുണ്ടല്ലോ, അപ്പോൾ ഒരാളെ പാമ്പ് കടിച്ച് മരിച്ചാൽ അതൊരു സാധാരണ മരണമായിട്ടല്ലേ എല്ലാവരും കണക്കാക്കൂ, അതിൽ ആർക്കും സംശയവും ഉണ്ടാവില്ല, കേസും കാര്യങ്ങളും വരില്ല. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലാജിക്ക് ഈ ഒരു ഐഡിയ മുഴുവനും കിട്ടിയത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടായിരുന്നു. അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു കൊലക്കേസിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അതെ, 2020 കൊല്ലത്ത് നടന്ന ഉത്തരവാദ കൊലക്കേസിനെ ആസ്പദമാക്കിയിട്ടാണ് അവർ ഈ ഒരു പദ്ധതി എല്ലാം ആസൂത്രണം ചെയ്തത്. അവർ 3 പേരും ബാലാജിയുടെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി. അയാളൊരു പാമ്പ് പിടുത്തക്കാരനായിരുന്നു. അയാളെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് ഒരു ഉഗ്രൻ വിഷമുള്ള മൂർഖൻ പാമ്പിനെ അവർ മേടിച്ചു.
ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരമായിട്ട് അവർ പറഞ്ഞത് ഞങ്ങളുടെ വയലിൽ ധാരാളം എലികളുണ്ട്, അവയുടെ ശല്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നീട് അവർ നല്ലൊരു അവസരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒക്ടോബർ 15, 2025 അർദ്ധരാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അവർ പതിയെ ഗണേശന്റെ മുറിയിലോട്ട് കയറി. ശേഷം പാമ്പിനെ എടുത്ത് ഗണേശന്റെ കാലിലോട്ടിട്ടു. പാമ്പ് അയാളുടെ കാലിൽ കടിച്ചു. ഉറക്കത്തിലായിരുന്നെങ്കിലും എന്തോ വേദന അനുഭവപ്പെട്ട ഗണേശൻ ചാടി എണീറ്റു. നോക്കുമ്പോൾ തന്റെ കാലിൽ ചുറ്റിപ്പനഞ്ഞു കിടക്കുന്ന ഒരു വലിയ പാമ്പിനെ കണ്ട അയാൾ ഉറക്കെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഗണേശന്റെ ഭാര്യ വന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടതും അവരും കൂടെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അവർ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് തന്നെ ഗണേശന് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പവും പറ്റിയില്ല. ഗണേശൻ രക്ഷപ്പെട്ടു, ഒന്നും പറ്റിയില്ല എന്നറിഞ്ഞപ്പോൾ മക്കളുടെ അകത്ത് സങ്കടമാണെങ്കിലും അവർ അത് പുറത്ത് കാണിച്ചില്ല. പക്ഷേ അവർക്ക് ഈ ഒരു പദ്ധതി ഇവിടെ വെച്ച് നിർത്താൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവർ വീണ്ടും നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഗണേശനെ ഡിസ്ചാർജ് ചെയ്തു. ഗണേശൻ വീട്ടിലെത്തിയതും അല്പം പോലും ദയ കാണിക്കാതെ, അല്ലെങ്കിൽ സ്വന്തം അച്ഛനാണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവർ വീണ്ടും അയാളെ ഇല്ലാണ്ടാക്കാനുള്ള പദ്ധതികളെ പറ്റി ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും ബാലാജിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ചെന്നു. ശേഷം അവർ ബാലാജിയുടെ മറ്റൊരു സുഹൃത്തും അതുപോലെ ഒരു പാമ്പ് പിടുത്തക്കാരനുമായ ഒരാളെ ചെന്ന് കണ്ടു. അയാളുടെ കയ്യിൽ നിന്ന് മറ്റൊരു പാമ്പിനെ ഇവർ മേടിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഇവരുടെ പദ്ധതിയിൽ കുറച്ച് തിരുത്തുകൾ അവർ വരുത്തിയിരുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു മൂർഖൻ പാമ്പിനെയല്ല, അതിനേക്കാട്ടിലും കുറച്ചും കൂടെ വിഷം കൂടിയ വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ എന്ന് പറയുന്ന ഒരു പാമ്പിനെയാണ് ഇപ്രാവശ്യം അവർ മേടിച്ചത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒക്ടോബർ 22 അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മക്കൾ രണ്ടുപേരും പുറത്തോട്ട് പോയി. അതെന്തിനാന്ന് വെച്ചാൽ അവർ വീട്ടുകാർ കാണാതിരിക്കാൻ വേണ്ടി ആ പാമ്പിനെ പുറത്തൊരു സ്ഥലത്തായിരുന്നു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അവർ ആ പാമ്പിനെ എടുത്ത് ഗണേശന്റെ മുറിയിലോട്ട് എത്തി. ശേഷം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഇപ്രാവശ്യം അവർ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ കാലിന് പകരം അവർ കഴുത്തിലായിരുന്നു പാമ്പിനെയും കൊണ്ട് കടിപ്പിച്ചത്. കഴുത്തിൽ കടിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് പോലീസുകാർ അവരോട് ചോദിച്ചപ്പോൾ അതിനുത്തരം പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം കാലിൽ കടിപ്പിച്ചത് കൊണ്ടല്ലേ അച്ഛൻ രക്ഷപ്പെട്ടത്, ഇപ്രാവശ്യം കഴുത്തിലാണെങ്കിൽ ശരീരം മുഴുവനും വിഷം വ്യാപിക്കാൻ അത്രയും സമയമെടുക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി സർ. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചത്, എല്ലാം എന്ന് പറഞ്ഞാൽ കഴുത്തിലാണോ കടിപ്പിക്കേണ്ടത്, ഏത് പാമ്പിനാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്, അതുപോലെ ഒരു പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിരിക്കുന്നത് എല്ലാം ഇന്റർനെറ്റ് നോക്കിയിട്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പദ്ധതികളെല്ലാം പൊളിഞ്ഞത് പാമ്പ് കടി ഏറ്റപ്പോൾ ഗണേശൻ വേദന കാരണം എണീറ്റതായിരുന്നല്ലോ. അങ്ങനെ ഒരു പിഴവ് ഇപ്രാവശ്യം വരാതിരിക്കാൻ അവർ ഗണേശൻ കിടക്കുന്നതിന് മുമ്പ് ആഹാരത്തിൽ ഉറക്കഗുളിക കലർത്തി കൊടുത്തിരുന്നു. അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവർ ആ പാമ്പിനെയും കൊണ്ട് ഗണേശന്റെ കഴുത്തിൽ കടിപ്പിക്കുകയാണ്. എത്രയൊക്കെ ഉറക്കഗുളിക കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾ ഒരു സമയം എത്തിയപ്പോൾ വേദന കാരണം എണീറ്റു. ശേഷം മുമ്പിലുണ്ടായിരുന്ന തന്റെ മക്കളോട് എന്തോ ഒന്നിനെ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് മക്കൾ പേടിക്കേണ്ട ചാ, അത് വല്ല പ്രാണികളുമായിരിക്കും, ഞങ്ങൾ നോക്കട്ടെ എന്നും പറഞ്ഞ് അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. അപ്പോഴേക്കും ഗണേശന്റെ ബോധം ഏകദേശം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അയാൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി എന്താണ് എന്നെ കടിച്ചിട്ടുള്ളതെന്ന്. ഒട്ടും തന്നെ മനസ്സാക്ഷിയില്ലാതെ വളർത്തി വലുതാക്കിയ സ്വന്തം അച്ഛൻ പെടഞ്ഞ് മരണത്തോട് പോരാടുന്നത് നോക്കി നിൽക്കുകയാണ് അവർ. അങ്ങനെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. അയാളുടെ ശരീരം മുഴുവനും നീല നിറമായി. അയാൾ മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം അവർ വീണ്ടും ഒരു നാടകം കളിക്കുകയാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ അവർ പുറത്തോട്ട് പോയി ഒരു വടി എടുത്തു കൊണ്ടുവന്ന് ആ പാമ്പിനെ അടിച്ചു കൊന്നു. ശേഷം അവിടെയെല്ലാം കരഞ്ഞ് ബഹളം ഉണ്ടാക്കി അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പിന്നെയെല്ലാം നമ്മൾ മുമ്പ് കണ്ടതുപോലെ തന്നെ. ഇതെല്ലാം കേട്ട് ആശ്ചര്യപ്പെട്ട പോലീസുകാർ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതിന് മക്കൾ പറഞ്ഞ ഉത്തരം, ഞങ്ങൾക്ക് ഒരുപാട് കടമുണ്ട് സാർ, അതെല്ലാം തീർത്തിട്ട് ലൈഫിൽ സെറ്റിൽ ആവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛനൊരു ഗവൺമെന്റ് എംപ്ലോയി ആയതുകൊണ്ട് സർവീസിൽ ഇരിക്കവേ മരിച്ചാൽ മക്കൾ ഞങ്ങൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആ ജോലിയും കിട്ടില്ല. ഈ ഒരു കേസിൽ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവരെല്ലാം ഇന്റർനെറ്റിൽ നോക്കിയിട്ടായിരുന്നു പഠിച്ചത്. അതായത് ഏത് പാമ്പിനാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്, ഒരു പാമ്പിന്റെ വിഷം മനുഷ്യ ശരീരത്തിൽ കയറിയാൽ എത്ര സമയം കൊണ്ടാണ് അത് ശരീരം മുഴുവനും വ്യാപിക്കുന്നത്, അതുപോലെ ഒരു പാമ്പിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനെ എങ്ങനെ പിടിക്കണം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചത് ഇന്റർനെറ്റിൽ തന്നെ നോക്കിയിട്ടായിരുന്നു. സാധാരണ ഒരു പട്ടിയെയോ പൂച്ചയോ പിടിക്കുന്ന പോലെ ഒരു പാമ്പിനെ കയറി പിടിച്ചാൽ അത് കളി വേറെയാവും. പിന്നെ ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി പോലീസുകാർക്ക് കിട്ടിയ കുറച്ച് ക്ലൂകളെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അതായത് ബാലാജിയുടെ അക്കൗണ്ടിലോട്ട് ഇവർ ഒരു 1.5 ലക്ഷം രൂപ ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഈ പൈസ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ബാലാജി ഞങ്ങളുടെ സുഹൃത്താണെന്നും അതുപോലെ അയാൾക്കൊരു സാമ്പത്തിക തകരാറ് വന്നപ്പോൾ കടമായി കൊടുത്തതാണെന്നാണ് മക്കൾ പറഞ്ഞത്. പക്ഷേ കടം കൊടുക്കാൻ, അതും 1.5 ലക്ഷം രൂപ കടം കൊടുക്കാൻ മാത്രമുള്ള ജോലിയോ ആസ്തിയോ ഒന്നും മക്കളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. പിന്നെ പോലീസുകാർ മക്കളുടെ 2 പേരുടെയും കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ കോൾ പോയ 1
2 കോളുകൾ അവർ നോട്ട് ചെയ്തപ്പോൾ അത് രണ്ടും ഒരു പാമ്പാട്ടിയുടെ ആയിരുന്നു. അവർ ഒരു പാമ്പിന് 10,000 രൂപ വെച്ച് 2 പാമ്പാട്ടികൾക്കും കൊടുത്തിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇവർ പാമ്പിനെ കൊണ്ട് കടിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ പാമ്പിനെ തട്ടിയും തലോടിയും അതിനെ ദേഷ്യപ്പെടുത്തിയിരുന്നു. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, സാധാരണ ഒരു പാമ്പ് കടിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷത്തിനെക്കാട്ടിലും 3 ഇരട്ടി കൂടുതലായിരിക്കും ഒരു പാമ്പ് ദേഷ്യത്തോടെ കടിക്കുമ്പോൾ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി വിഷം ഒരാളുടെ ശരീരത്തിൽ കയറിയ പെട്ടെന്ന് തന്നെ മരണം ഉറപ്പായിട്ടും സംഭവിച്ചിരുന്നു. പിന്നെ ഈ ഒരു കേസിനെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ ഗണേശന്റെ കഴുത്തിൽ 3 തവണ പാമ്പ് കടിച്ച പാടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, കാരണം അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയില്ല. പക്ഷെ അങ്ങനെ 3 തവണ പാമ്പ് കടിച്ച പാടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇതൊരു നോർമൽ ഡെത്ത് എന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തത്? കാരണം ഒരു പാമ്പ് ഒരു തവണ ഒരാളെ കടിച്ചു, 2 തവണയും കടിച്ചു. പക്ഷെ 3 തവണ കടിക്കുമ്പോൾ ഒരാൾ നിന്ന് കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്രയൊക്കെ ഉറക്കത്തിലാണെങ്കിൽ പോലും നമ്മൾ ചാടി എണീക്കാണ്ടിരിക്കില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അതായത് ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതാരും കണ്ടുപിടിക്കില്ല, അതൊരു നോർമൽ ഡെത്ത് ആണെന്ന് പോലീസുകാരും നാട്ടുകാരും പറയും എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കോ. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഫോറൻസിക് ടീം ഒരുപാട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ പാമ്പ് കടിയേറ്റ് മരിച്ചാൽ അതൊരു സാധാരണ അപകട മരണമാണോ അതോ ഒരാൾ കരുതിക്കൂട്ടി ചെയ്താണോ എന്നെല്ലാം കണ്ടുപിടിക്കാൻ ഇന്ന് 100ഓളം വഴികളുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യമാണ് പാമ്പ് എവിടെ കടിച്ചു എന്നുള്ളത്. ഇതുപോലെ മൂക്കിലും കണ്ണിലും വയറിലുമെല്ലാം പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ അത് ആരും തന്നെ വിശ്വസിക്കില്ല. ഏതാണ്ട് 95% ആൾക്കാർ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് അല്ലെങ്കിൽ പാമ്പ് കടി ഏക്കുന്നത് കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ആയിരിക്കും. ഒരു പാമ്പും ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയല്ല കൊത്തുന്നത്. അത്രയും വലിയ മനുഷ്യൻ ഒരു പാമ്പിന് എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതി അത് പേടിച്ചിട്ടാണ് ഒരാളെ കൊത്തുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പ് പെട്ടെന്ന് കടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുക. അതായത് പാമ്പ് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കില്ല. അതിനാൽ തന്നെ പാമ്പിന് അല്പം മാത്രമേ വിഷം തുപ്പാനുള്ള സമയം കിട്ടൂ. അപ്പോൾ ഒരാൾ പാമ്പ് കടിയേറ്റ് മരിച്ചാൽ അയാളുടെ ശരീരത്ത് എത്രത്തോളം ക്വാണ്ടിറ്റി വിഷമുണ്ടെന്നും അത് ഏത് പാമ്പിന്റെ വിഷമാണെന്നും അങ്ങനെ ഒരു പാമ്പ് ആ ഗ്രാമത്തിൽ സാധാരണയായിട്ട് കാണാറുണ്ടോ എന്നെല്ലാം ഫോറൻസിക് ടീം അല്ലെങ്കിൽ ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു മരണം സാധാരണ മരണമാണോ അതോ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്താണോ ഇതെല്ലാം ഉറപ്പിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ഗണേശന്റെ കാര്യത്തിൽ ഏതാണ്ട് 5ഓളം സെക്ഷൻസ് ഇട്ടിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് 302, ഒരാളെ കൊലപ്പെടുത്തിയാൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ അവർക്ക് അതിൽ കിട്ടും. അതുപോലെ തന്നെ അത് ഗ്രൂപ്പായിട്ട് ഗൂഢാലോചന ചെയ്തതിന് മറ്റൊരു സെക്ഷനും കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, പാമ്പ് പോലുള്ള ഒരു ജീവിയെ നമുക്ക് വാങ്ങാനോ വിൽക്കാനോ കൈവശം വെക്കാനോ പാടുള്ളതല്ല. അപ്പൊ അതിന് ഫോറസ്റ്റുകാരുടെ വക മറ്റൊരു സെക്ഷനും വരും. ഏതാണ്ട് കണക്ക് കൂട്ടുമ്പോൾ 14 തൊട്ട് 20 വർഷത്തോളം അവർ അകത്ത് തന്നെ കിടക്കണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരവും കാണിക്കരുത്. കാരണം പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പൈസയേക്കാൾ വലുതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.